എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെയേറെ ദുരിതപൂർണമായ ഒരു കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കേവർക്കും അറിയാം. നമ്മൾ അതീവ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു, വയനാട്ടിലെ ഒരു അതിഭീകരമായ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഒരു ദുരന്തം ഉണ്ടായി. അതൊരു ഒന്നോ രണ്ടോ ഒരു പഞ്ചായത്തിൻ്റെ ഒന്നോ രണ്ടോ വാർഡുകളിൽ, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വാർഡുകളിൽ മാത്രം കേന്ദ്രീകരിച്ചുണ്ടായ ഒരു സംഭവത്തിൽ ഇത്രയും മനുഷ്യജീവനുകൾ ഹോമിക്കപ്പെട്ടെങ്കിൽ, ഇനി നമുക്കറിയാം നമ്മുടെ മുല്ലപ്പെരിയാർ പോലെയുള്ള മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, ഇല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള മലകൾ നിറഞ്ഞ പ്രദേശങ്ങൾ ഒരുപാടുള്ള സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നഷ്ടങ്ങൾ എന്തായാലും നഷ്ടമാണ്. അത് ജീവനായാലും ശരി, സ്വത്തായാലും ശരി, ആടുമാടുകളായാലും ശരി, ഏതായാലും മനുഷ്യർക്ക് നഷ്ടം വന്നത് വന്നു. അതൊന്നും തിരിച്ചു കിട്ടില്ല. ഇനിയിപ്പോൾ ആ ദുരന്തം നടന്ന മേഖലയിൽ, ഈ വയനാട് രണ്ട് കൈ, ഈ മുണ്ടക്കൈ, ചൂരൽമല എന്ന പ്രദേശത്ത് അവിടെ ഇനി ജനവാസം സാധ്യമല്ല. കാരണം അവിടെ ഉള്ള ഫലഭൂയിഷ്ടമായ മണ്ണെല്ലാം ഒഴുകി പോകുന്നു. പോരാത്തതിന് ആളുകൾക്ക് അവിടെ ഇനി താമസിക്കാൻ, അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക്, ബാക്കി ജീവൻ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാൻ സ്വാഭാവികമായിട്ടൊരു മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പോൾ അവർക്ക് തകൃതിയായിട്ടുള്ള രക്ഷാ പ്രവർത്തനങ്ങൾ, ഇല്ലെങ്കിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് സന്മനസ്സുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്. ചിലർ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു, ചിലർ വീട് വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ പണം യഥേഷ്ടം കൊടുക്കുന്നു. അപ്പോൾ അവരെ എല്ലാ രീതിയിലും സഹായിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അവിടെ ഏതാണ്ടൊരു 300-ന് മുകളിൽ വീടുകളാണ് നശിച്ചു പോയത്. ബാക്കി മനുഷ്യജീവനുകളുടെ കൃത്യമായ കണക്കൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നഷ്ടം വന്നു. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ്. അവർ കൃഷി ചെയ്തും ആടുമാടുകളെ വളർത്തി അവർക്ക് ബാക്കി അയൽവക്കാരൊക്കെ ആയിട്ട് കൂട്ടുകൂടി അങ്ങനെ വളരെ സന്തോഷപ്രദമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, ഇല്ലേ, ഒരു ഏരിയയിൽ നിന്ന് അവരെ ഇനി ഒരു പുതിയ പറിച്ചു നടലാണ്. ഇനി 5 സെൻറ്റ് സ്ഥലമോ ഇല്ലേ 10 സെൻറ്റ് സ്ഥലമോ കൊടുത്തിട്ട് ഒരു വീട് വെക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു അഭയാർത്ഥി ക്യാമ്പിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് അതിനോട് ഫീൽ ചെയ്യുന്നത്. കാരണം അവനവൻ്റെ ഇഷ്ടത്തിന് പണിത വീട്, ആ വീട്ടിൽ അവന് ഇഷ്ടമുള്ള ജീവികളെ വളർത്തി, അവനവന് ഇഷ്ടമുള്ള അയൽവക്കാരെടുത്ത് താമസിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ പെട്ടെന്ന് ഒരു ദിവസം ഒരു അപകടം വന്നു, ശരിയാണ്. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് എവിടെയെങ്കിലും അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത്, ഇല്ലെങ്കിൽ അവർക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി 5 സെൻറ്റോ ഇല്ലെങ്കിൽ 10 സെൻറ്റോ എത്രയാണ് ആ സ്ഥലം കൊടുത്തിട്ട് നിങ്ങളിവിടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്ത, ഒരു അടുപ്പമില്ലാത്ത ആളുകളോടൊപ്പം താമസിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആൾക്കാർക്ക് തൃപ്തി ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പം അവരുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല ഈ കാലാവർഷ കെടുതി ഉണ്ടായതും അവരുടെ വീടും ധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടതും. ഇപ്പം പോരാത്ത ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഇന്ന് അടുത്ത ദിവസം ഒരു പത്രവാർത്ത വായിച്ചു. കോഴി കൂവുന്നതിന് ഒരു ആളുടെ പേരിൽ അയൽവാസി കേസ് കൊടുത്തിരിക്കുന്നു. അയാൾക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ 6 കോഴിയും കണ്ടുള്ളത്, അത് കൂവിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഒഴിവാക്കി തരണം. തൊട്ട അയൽവാസി കേസ് കൊടുത്തിരിക്കുക. പോരാത്തിന് അതിൻ്റെ കോഴിയുടെ കാഷ്ടത്തിന് ഭയങ്കര ദുർഗന്ധമാണ്, എനിക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മുണ്ടക്കൈയെ സംബന്ധിച്ച്, വയനാടിനെ സംബന്ധിച്ച് അവിടെ നിന്നുള്ള ആളുകൾ ഇതുപോലെ കോഴിയും പന്നിയും താറാവും പോത്തും പശുവും അങ്ങനെ വിവിധ ജീവജാലങ്ങളെയൊക്കെ വളർത്തി അതിൽ ആനന്ദം കണ്ട് അതിനകത്ത് വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഇങ്ങനെ പുതിയൊരു സ്ഥലത്തേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ കോഴി കൂന്നതിന് കേസ് കൊടുക്കുകയും ഇല്ലെങ്കിൽ പശു അമർത്തുന്നതിന് കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇവർക്ക് കണ്ടമാനം പൈസകൾ ഇവർക്ക് വേണ്ടി മുടക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുടക്കണം. അപ്പോൾ അതിന് സർക്കാർ തലത്തിൽ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ച് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ, ഒരാൾക്ക് ഏതാണ്ടൊരു 30 ലക്ഷം രൂപ, വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരു 30 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചിലർക്ക് വയനാട്ടിൽ തന്നെ താമസിക്കാൻ താല്പര്യം കാണില്ല, ചിലർക്ക് പഞ്ചായത്തിൽ കാണത്തില്ല, ചിലർക്ക് വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ സ്ഥലത്തേക്ക് അന്യ ജില്ലകളിലേക്കായിരിക്കും താമസം. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർക്ക് സ്ഥലം വാങ്ങിച്ച് അവരുടെ ഇഷ്ടത്തിന് വീട് വാങ്ങിച്ച് ജീവിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. പോരാത്തന്നെ ഇവിടെ ഈ ആളുകൾ പല അളവിൽ സ്ഥലമുള്ള ആളുകളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. 8 ഏക്കറും 5 ഏക്കറും 2 ഏക്കറും അര ഏക്കറും 1 ഏക്കറും ഒക്കെ സ്ഥലമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ സാധാരണ ഈ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് മെട്രോ വന്നപ്പോൾ, ഇല്ലെങ്കിൽ പുതിയ ഹൈവേ വരുമ്പോഴൊക്കെ വസ്തു ഏറ്റെടുക്കുമ്പോൾ അതിന് പൊന്നുംവില കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. ഇപ്പം ഇവർക്ക് ഇനി പൊന്നുംവില എന്നുള്ളതല്ല, ശരിക്കും അവർക്ക് ആ നാട്ടുനടപ്പ് വില എത്രയാണോ അവർക്ക് അതിന് രേഖകളുണ്ടല്ലോ. വില്ലേജിലായാലും പഞ്ചായത്തിലായാലും രേഖയുണ്ട്. അവർക്ക് പട്ടയം ഉള്ളതായാലും ഇല്ലാത്തതായാലും, ഞാൻ പറഞ്ഞ പട്ടയം ഉള്ളതായാലും ഇല്ലാത്തതായാലും അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക്, വാടകയ്ക്കായാലും താമസിച്ചിരുന്ന ഒരാൾക്ക് ഈ ഇത്രയും പൈസ കൊടുക്കുക.
ബാക്കി അവർക്ക് എത്ര സ്ഥലം ഉണ്ടായിരുന്നോ ആ സ്ഥലത്തിന് ആനുപാതികമായിട്ടൊരു വിലയിട്ട് ആ നാട്ടിൽ നാട്ടിൽ എന്ത് വിലയുണ്ടായിരുന്നോ ആ വിലയിട്ട് ആ പൈസ ഇവർക്ക് കൊടുത്താൽ അവർ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കും. അല്ലാണ്ട് ബാക്കി നമ്മൾ സർക്കാരോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ബാക്കി ആലോചിച്ചിട്ട് 10 സെന്റ് കൊടുത്തിട്ട് ഇവിടെ പോയി താമസിച്ചു എന്ന് പറയുന്ന സന്തോഷമില്ലാത്ത ജീവിതത്തിന് പകരം അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ബന്ധുജനങ്ങളുടെ അടുത്തേക്കോ അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അന്യനാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താല്പര്യമുള്ളവർക്ക് പോയി താമസിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെപ്പറ്റി ഗൗരവമായിട്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ആളുകൾ, ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. എന്നാൽ എന്തായാലും അവർക്ക് പൈസ കൊടുക്കണം. ആ പൈസ അവരെ ഏൽപ്പിച്ചാൽ അവരത് ഭംഗിയായിട്ട് വേറെ മറ്റൊരു കൈകടത്തൽ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിഭാരവും കുറയും. ഈ ഫണ്ട് കണ്ടെത്തുന്ന ഒരു പ്രശ്നമുണ്ട്. ഫണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ, അത്യാവശ്യമായിട്ടുണ്ട്. അത് കണ്ടെത്തിയാൽ വളരെ ലാഭകരമായിട്ട് ഇവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകും. അതിനുവേണ്ടി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.